എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് ചോദിച്ചാൽ CAG ആണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 148 CAG പറ്റി പറഞ്ഞു പോകുന്നത്. CAG പറ്റി പറഞ്ഞു പോകുന്ന അനുച്ഛേദമാണിത്, 148. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് വിഭാഗത്തിൻ്റെ തലവനാണ് ആര്? CAG എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അറിഞ്ഞിരിക്കുക, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് CAG ആണ്. ഇദ്ദേഹമാണത് ഓഡിറ്റ് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കുക. ഇനി CAGയെ പറ്റിയുള്ള വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക, പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്, അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും ഗാർഡിയനാണ് ആര്? CAG എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് വിശേഷണങ്ങൾ പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ CAGയെ പറ്റി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസറാണ് CAG എന്ന് ഒരിക്കൽ ഡോക്ടർ BR അംബേദ്കർ അഭിപ്രായപ്പെടുകയുണ്ടായി. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് കണക്കുകൾ പരിശോധിക്കുന്ന CAG ആണെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, കണക്കുകൾ പരിശോധിച്ച് റിപ്പോർട്ടുണ്ടാക്കി കേന്ദ്ര റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, സംസ്ഥാന റിപ്പോർട്ട് ഗവർണർക്കാണ് സമർപ്പിക്കുന്നതെന്നും അറിഞ്ഞിരിക്കുക. CAGയെ നിയമിക്കുന്നതും CAGയുടെ രാജി സ്വീകരിക്കുന്നതും ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. അവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, CAGയെ പുറത്താക്കുന്ന നടപടി ഇംപീച്ച്മെൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുന്ന അതേ രീതിയിലാണ് CAGയെ പുറത്താക്കുന്ന രീതി എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി CAGയുടെ കാലാവധി പറയുകയാണെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഭരണഘടന CAGയുടെ കാലാവധി പറഞ്ഞു പോകുന്നത്. CAGയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയുടെ അതേ റാങ്കാണ്. അതുകൊണ്ട് തന്നെ CAGയെ പുറത്താക്കുന്ന നടപടി ആരെ പോലെ തന്നെയാണ്, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ രീതിയിലാണ് CAGയെ പുറത്താക്കുന്ന നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അത് ഇംപീച്ച്മെന്റ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ആദ്യ CAG ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യ CAG ആയിരുന്നു, അറിഞ്ഞിരിക്കുക, V നരഹരി റാവു. 1948 മുതൽ 1954 വരെ ഇന്ത്യയുടെ CAG ആയിരുന്നു ആര്? V നരഹരി റാവു.